ഇന്ന് വയനാട്ടിൽ റെഡ് അലേർട്ടാണ് കേട്ടോ. അതിനിടയ്ക്ക് നല്ല നല്ല മഴകൾ പെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാഴ്ച കാണാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് പോവാണ്. നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങി പോകുന്ന വഴിയരികിൽ ഞങ്ങളൊരു 5 ഈന്തപ്പനകൾ നട്ടിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 2-3 അത് പൂവുണ്ടായപ്പോൾ തന്നെ അത് പൊഴിഞ്ഞു പോയി. അതിൻ്റെ അടുത്ത് അത് ആൺ തൈകളായിരുന്നു എന്നാണ്. ഇപ്പോൾ ഈ കാണുന്നതുണ്ടല്ലോ, കുറച്ച് വലിപ്പമുള്ളതും ഇച്ചിരി വലിപ്പം ചോട് തിരിഞ്ഞതൊക്കെ ആയൊരു പന. ഇതിൽ കണ്ട കൂട്ടുകാരെ, വയനാടൻ കാലാവസ്ഥയിലും ഈന്തപ്പഴം ഉണ്ടാവും എന്ന് മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇത് പഴുക്കാറായി. ചിലതൊക്കെ നന്നായി പഴുത്ത് നല്ല മധുരമുണ്ട്. കുരുവിന് സാധാരണ കുരുവിൻ്റെ അത്രയും തന്നെ വലിപ്പമുണ്ട്. പക്ഷേ അതിൻ്റെ ഫ്രൂട്ട് അധികം കട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചെറുതായതുകൊണ്ട് ആദ്യമായിട്ട് കഴിച്ചാണ്, അതുകൊണ്ടായിരിക്കും. അടുത്ത വർഷമൊക്കെ തൊട്ട് ശരിക്കും ഉണ്ടാകുമായിരിക്കും. പിന്നെ ഇത് രണ്ടാമത്തെ വീണ്ടും അടുത്ത കായ്ച്ചതാണ്. കണ്ട് സൂം ചെയ്ത് കാണിച്ചു തരാം. അതിൻ്റെ കളർ പച്ചയാണ്, ആയി വരുന്നതേ ഉള്ളൂ. ഇത് കുറച്ച് നാളായുള്ളൂ. മറ്റേത് പഴുത്തു, ഇത് പഴുത്തില്ല, പച്ചക്കായാണ് ഇതിനകത്തുള്ളത്. അപ്പം നട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, നമ്മുടെ ഈ കാലാവസ്ഥയിൽ ഇവിടെ ഈന്തപ്പനം വളരുമോ, കായ്ക്കുമോ, പഴുക്കുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒത്തിരി സന്തോഷം, നമ്മുടെ നാട്ടിലും ഈന്തപ്പന കായ്ക്കും, അത് പഴുക്കും. പഴം നമുക്ക് തിന്നാൻ നല്ല മധുരമുണ്ട് കേട്ടോ. സാധാരണ വാങ്ങിച്ച് കഴിക്കുന്ന ഈന്തപ്പഴത്തിനെ പോലെ തന്നെ നല്ല മധുരമുണ്ട്. ഉള്ളിലെ കുരുവിന് അത്ര വലിപ്പമുണ്ട്. മാംസളമായ ഭാഗം കുറച്ച് ചെറുതാണെന്ന് മാത്രം, കട്ടി കുറവാണെന്ന് മാത്രം. കാരണം അതിൻ്റെ ചെറുതാണല്ലോ. ആദ്യത്തെ പ്രാവശ്യം കൊണ്ടായിരിക്കും. അടുത്ത പ്രാവശ്യം തൊട്ട് നല്ല കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം 4-5 വെച്ചാൽ 5-6 വെച്ചാൽ 2 കായ്ച്ചു. ഈ നിൽക്കുന്നതൊക്കെ ആൺതൈയാണ് കേട്ടോ. അതിൻ്റെ പൂവുണ്ടാവും, അതപ്പം തന്നെ പൊഴിഞ്ഞു പോകും. ആദ്യത്തിൽ പൂവുണ്ടായത് 2-ാമത്തെയും 3-ാമത്തെയും ചുവട്ടിലായിരുന്നു. പക്ഷെ അത് പൊഴിഞ്ഞു പോയി. അപ്പോൾ ഞങ്ങൾക്ക് സങ്കടമായിരുന്നു, ഇനി പെൺതൈകൾ ഉണ്ടാവില്ലേ എന്നുള്ളൊരു വിഷമമായിരുന്നു. പക്ഷെ എന്തായാലും ലാസ്റ്റ് നിൽക്കുന്ന 2 കായ്ച്ചു. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ്. അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. മഴയൊക്കെയാണ്. മഴ തോർന്നപ്പോൾ ഞാൻ ജസ്റ്റ് വന്നെടുത്തതാണ്.